ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറല്ല, അത് വെള്ള ഒരു ക്രീം കളറാണ്. ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് കസ്തൂരി മഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളറിലുള്ള പൊടികളൊക്കെ അല്ലേ വാങ്ങാറ്. അപ്പോൾ ഇത് ശരിക്കും ക്രീം കളറാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. നല്ല സുഗന്ധത്തോടു തന്നെ കസ്തൂരിയുടെ മണം ഉള്ള ഒരു കളറാണ്. ഞാനത് കട്ട് ചെയ്തതാണിത്. അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞൾ. നല്ല സാധനങ്ങൾ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ എന്താ കണ്ട മഞ്ഞൾ പോലെ ഉണ്ട്, പക്ഷേ കട്ട് ചെയ്താൽ ക്രീം കളറാണിത്. ഇതിൻ്റെ ഉള്ളിലുള്ളത് കസ്തൂരിയുടെ മണമാണ് ഇതിനുള്ളത്. അതോട്ടായിരിക്കും കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. നല്ല മുഖത്തൊക്കെ നല്ല പാടുകളൊക്കെ കളയാനൊക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ളത് ഇത് മഞ്ഞക്കൂവ. മഞ്ഞക്കൂവയും കസ്തൂരി മഞ്ഞൾ നമുക്ക് കിട്ടുന്നത് കടയിൽ നിന്ന് കിട്ടുന്നത് മഞ്ഞക്കൂവയാണ്. എന്താ മഞ്ഞ കളറാണ് ഇത് മഞ്ഞ കളർ ഉണ്ടാവും. ഇതിന് മുഖത്ത് ഇടുമ്പോൾ നല്ല നീറ്റലുണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കൽ മുഖത്ത് അത് അതിൻ്റെ മരുന്നിൻ്റെ ഗുണം കൊണ്ടായിരിക്കും നീറ്റൽ വരുന്നത് എന്നാണ്. പക്ഷേ ഇത് മഞ്ഞക്കൂവയാണ്. കസ്തൂരി മഞ്ഞൾ ഈ കളറാണ്. ഇതാണ് കസ്തൂരി മഞ്ഞൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും കുറച്ച് വിത്തുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വിത്തുകൾ ഞാൻ അയച്ചു തരുന്നതാണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഈ വിത്തുകൾക്ക് അത്യാവശ്യമുള്ള ആളുകൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. രണ്ട് മഞ്ഞളിനെ പറ്റിയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണിത്. കസ്തൂരി മഞ്ഞൾ, മഞ്ഞക്കൂവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഗുണങ്ങളും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ മഞ്ഞക്കൂവയിൽ വലിയ കാര്യമില്ല. കസ്തൂരി മഞ്ഞൾ നമുക്ക് നല്ലതാണ്. മുഖത്ത് ഉള്ള ബ്യൂട്ടീഷ്യനിൽ നമുക്ക് പൈസ ചിലവാക്കുമല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ പൊടി നല്ല മാർക്കറ്റ് വിലയുണ്ട്. നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാം. നല്ല വിലയുള്ള സാധനമാണിത്.